ഞാൻ തിരികെ വരാം. ചട്ടവട്ടങ്ങളെല്ലാം പിന്തുടരുന്ന പാർട്ടിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം തുടർച്ചയായി ചെയ്യുമ്പോഴും ഹൈക്കമാൻഡ് പ്രത്യേകിച്ച് അനങ്ങുന്നില്ലല്ലോ എന്നുള്ളൊരു പരാതി സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ശ്രീ എം പ്രകാശ് മാസ്റ്റർ കൂടി നമുക്കൊപ്പം ചേരുന്നു. തരൂരിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറയുന്നു. കോൺഗ്രസ് വിട്ടാൽ തരൂർ അനാഥമാകുകയില്ല എന്ന് ഐസക് പറഞ്ഞു. സത്യം പറഞ്ഞതിന് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് തരൂരിനെ എന്ന് EP പറയുന്നു. അവസരമൊക്കെ പാഴാക്കാതെ തരൂരിനെ ഒരു വിപ്ലവകാരിയാക്കി മാറ്റാം, അങ്ങനെയാണോ CPM കരുതുന്നത്? ഈ വാതിലൊക്കെ തുറന്നിട്ടാൽ തരൂർ വരുമോ? കഴിഞ്ഞ കുറച്ച് കാലമായി, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരമേറ്റത് മുതൽ യാഥാർത്ഥ്യബോധത്തോടെയല്ല കേരളത്തിലെ കോൺഗ്രസ് പെരുമാറുന്നത് എന്നുള്ളത് കേരളത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ വികസന മേഖലയിലും ജനക്ഷേമ മേഖലയിലും ഇതുപോലെ കാര്യങ്ങൾ ചെയ്ത ഒരു ഗവൺമെൻറ് സമീപകാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ആ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു നല്ല കാര്യവും അംഗീകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഈ നിലപാട് അംഗീകരിക്കാത്ത ഒരാളാണ് തരൂർ എന്നുള്ളത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. ഇപ്പോൾ 2021 ഡിസംബറിൽ ലുലു മാളിൻ്റെ ഉദ്ഘാടന ചടങ്ങ് വെച്ച് തരൂർ പറഞ്ഞ കാര്യം നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. കേരളത്തിലെ വികസനത്തെ തടസ്സം നിൽക്കുന്നവരെ ഒഴിവാക്കാൻ കെൽപ്പുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കേരളിനെതിരെ കേരളത്തിലെ എല്ലാ UDF MPമാരും ഒപ്പിട്ട് നിവേദനം കൊടുത്തപ്പോൾ അതിൽ ഒപ്പിടാൻ സന്നദ്ധമാവാത്ത ഒരാളായിരുന്നു തരൂർ എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമരത്തിന് എടുത്തിയാടിയില്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CPMന്റെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാട് അല്ല തനിക്കുള്ളത് എന്നുള്ള കാര്യം അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം ആദ്യം നടത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം, ആ ലേഖനത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വികസന രംഗത്ത്, പ്രത്യേകിച്ച് വ്യാവസായ വികസനത്തിൽ കേരളത്തെ ഒരുപാട് മുന്നോട്ടേക്ക് നയിച്ചിരിക്കുന്നു. കേരളത്തിലെ വ്യവസായ രംഗത്ത് അതിശയിപ്പിക്കുന്ന മാറ്റമുണ്ട് എന്ന് കൃത്യമായി തനിക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അതിനെതിർത്ത് സംസാരിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളോട് നിങ്ങൾ കണക്ക് പരിശോധിക്കണം, അത് പരിശോധിച്ച് വ്യത്യസ്തമായ മറ്റേതെങ്കിലും ഒരു കണക്കുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നിലപാട് മാറ്റാം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രത്യേകമായ നിലപാട് പറയുന്നതല്ല. അദ്ദേഹം ഒരു ഉത്തരവാദപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടി എന്തു നിലപാടാണ് സ്വീകരിക്കേണ്ടത് അതാണ് അദ്ദേഹം സ്വീകരിച്ചത്. ആ നിലപാട് നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ഇന്നലത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ട് എതിരാളികളുടെ നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു? അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. എതിരാളികൾ തന്നെയാണ്, പക്ഷേ എതിരാളികളെ സംബന്ധിച്ചും അവർ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. സത്യമായ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇനി അതുപോലെ തന്നെ തനിക്ക് ആ പാർട്ടിക്കകത്തുള്ള പ്രത്യേകമായിട്ടുള്ള യോഗ്യതയെ സംബന്ധിച്ചും ജനം തനിക്ക് നൽകുന്ന സ്വീകാര്യതയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താ? എൻ്റെ ഈ പറയുന്ന കാര്യങ്ങളെ ഉപയോഗിക്കാൻ കോൺഗ്രസ് സന്നദ്ധമാവണം. അങ്ങനെ സന്നദ്ധമാകുന്നതിൽ ഐ ഹാവ് അതർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കാര്യം വളരെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഉന്നയിക്കപ്പെടുന്ന വളരെ ഗൗരവമായൊരു പ്രശ്നം, ഒരു നാടാകെ അംഗീകരിക്കുന്ന ഒരു നേതാവ് കോൺഗ്രസിനില്ല. ഇത് ധാരാളം ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്നു. അതുപോലെ തന്നെ UDFനകത്തുള്ള പാർട്ടികൾക്ക് ഇത്തരം അഭിപ്രായമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി നിങ്ങൾ പാർട്ടി വിടാൻ പോവുകയാണോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ വ്യക്തമാണ്. വൺ ഹാസ് ദ ഫ്രീഡം ടു ബി ഔട്ട്സൈഡ് ദ പാർട്ടി, സ്റ്റേ ആസ് എൻ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ്. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ പ്രകാശ് മാഷ് 2-3 വരികളുണ്ട്. ഒന്ന്, തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിച്ചത് കോൺഗ്രസ് വിരുദ്ധരുടെ കൂടി വോട്ട് കിട്ടിയിട്ടാണ്, മറ്റ് പാർട്ടി അനുഭാവികളുടെ വോട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇന്ന് തോമസ് ഐസക് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ EP-യും AK ബാലനൊക്കെ പറയുന്ന പോലെ അനാഥനാവില്ല ശശി തരൂർ കോൺഗ്രസ് വിട്ടുവന്നാൽ എന്ന് പറയുന്നിടത്തൊന്ന്. അപ്പോഴാണ് താൻ ഇതല്ലെങ്കിൽ മറ്റ് വഴികൾ തേടും എന്നുകൂടി പറയുന്നത്. ഇൻഡിപെൻഡന്റ് മാത്രമല്ല, മറ്റ് വഴികൾ തേടും ഏതെങ്കിലും തരത്തിൽ. ഇപ്പൊ DYFI പോകുന്നു, പോസ്റ്റർ പ്രകാശനം ചെയ്യുന്നു, ക്ഷണിക്കുന്നു, പെരിയ കേസിന്റെ പോസ്റ്റ് അദ്ദേഹം CPM അഗേൻസ്റ്റ് ആയിട്ടുള്ള ആ പോസ്റ്റ് ശശി തരൂർ പിൻവലിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയുണ്ടോ? അതായത് ഇതിനകത്ത് വളരെ ഉപരിപ്ലവമായിട്ട് പറയുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നും CPM കരുതുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും?
രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം CPM നേതൃത്വം വ്യക്തമാക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, കേരളത്തിൽ കഴിഞ്ഞ 8 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന വികസനവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ സമീപനവുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി ഉണ്ട്. ആ കോൺട്രവേഴ്സിയിൽ വ്യക്തമായ നിലപാടെടുത്തിരിക്കുന്നു, ശരിയായ നിലപാടെടുത്തിരിക്കുന്നു, വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയ നിലപാടെടുത്തിരിക്കുന്നു. അതാണ് തരൂരിന്റെ പ്രസക്തി. അത് നമുക്ക് ഇങ്ങനെ തള്ളിക്കളയാൻ വേണ്ടി കഴിയുക? അല്ല, അദ്ദേഹം ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അല്ല ശ്രീ എം പ്രകാശ് മാസ്റ്റർ, അദ്ദേഹം പാർട്ടിയിൽ നിന്നേ പുറത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ അതൊരു പ്രതിപക്ഷ സമീപനമല്ല. അദ്ദേഹം മറ്റൊരു പാർട്ടിക്ക് അനുഭാവപൂർവ്വമുള്ള ഒരു നിലപാട് ഈ പാർട്ടിയിൽ നിന്നേ സ്വീകരിക്കുന്നു, അത്രേ കണക്കാക്കാൻ കഴിയുള്ളൂ. അത് CPM മനസ്സിലാവാത്തൊന്നുമല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് അദ്ദേഹം ഇന്ന് സ്വീകരിക്കുന്ന കാര്യമല്ല. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം 2021 ഡിസംബറിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്. അതിനുശേഷമാണല്ലോ അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായത്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്, MP ആയത്. അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ വിഷയത്തിൽ എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ കേരളത്തിന്റെ വികസനം സംബന്ധിച്ചാണ് ആലോചിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ആശ്രയിച്ചാൽ, ഇഫ് വി ആർ സീരിയസ് അബൌട്ട് കേരളാസ് ഫ്യൂച്ചർ വി നീഡ് ടു സീ തിങ്സ് ബിയോണ്ട് അവർ പൊളിറ്റിക്കൽ ലീനിങ്സ്. രാഷ്ട്രീയമായ നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചാണ് ഗൗരവമായിട്ട് ആലോചിക്കാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് എന്റെ ബാധ്യത. ആ ബാധ്യത ഞാൻ നിർവഹിക്കുന്നു എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു. ഇവിടെ ഉയർന്നു വരേണ്ട ചോദ്യം, എന്തുകൊണ്ട് അത്തരമൊരു ബാധ്യത ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്നുള്ളത് കോൺഗ്രസ് നിർവഹിക്കാനാവുന്നില്ല? അതിലേ ചോദിക്കേണ്ട കാര്യം. ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്തിനേയും വിമർശിക്കാമല്ലോ. ശരികളെ ശരിയാണെന്ന് പറയുകയും തെറ്റുകൾ വിമർശിച്ചുകൊണ്ട് തിരുത്തുകയും, ഇതാണല്ലോ പ്രതിപക്ഷം ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ 8 കൊല്ലക്കാലമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം അത് ചെയ്യുന്നില്ല. അതിന് ഫലവത്തായ ഒരു നേതാവ് കോൺഗ്രസിനില്ല എന്ന് ധാരാളം ജനങ്ങൾക്ക്, കോൺഗ്രസിനകത്തുള്ള ആളുകൾക്ക് അഭിപ്രായമുണ്ട്. UDF-നകത്ത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് തരൂർ പറയുന്നതെന്ന് CPM പറയുന്നു. പ്രായോഗിക രാഷ്ട്രീയം തരൂരിന് വശമുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? CPM ഒരു കേഡർ പാർട്ടിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അണികളുടെ വികാരം, സംസ്ഥാന നേതാക്കന്മാരെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന അത്തരം ചില നിലപാടുകൾ എടുക്കുമ്പോൾ ഇനി അദ്ദേഹം ഒരുപക്ഷെ CPM വരാൻ തന്നെ ഉദ്ദേശിക്കുകയാണെങ്കിലും നിങ്ങളുടെ പാർട്ടി തത്വങ്ങളുമായി ചേർന്ന്, അച്ചടക്കവുമായി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരാളെ ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് കഴിയുമോ? ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കണം. അദ്ദേഹം ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയെ പറ്റി പറഞ്ഞു, അതിൽ 100-ലേറെ ആളുകളുണ്ട്. അവിടെ ഒരു ഗൗരവമായ തീരുമാനം എടുക്കുന്നതായിട്ട്, ഞാൻ എല്ലാ വർക്കിംഗ് കമ്മിറ്റിയിലും പങ്കെടുത്തിട്ടുണ്ട്, ഒരു ഗൗരവമായ തീരുമാനം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഒരു വലിയ ജനക്കൂട്ടമാണ്. അദ്ദേഹം പറഞ്ഞു, നേരത്തെ നമ്മൾ ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടുള്ള ഫോട്ടോ, കുറച്ച് ആളുകൾ വട്ടവേശയ്ക്ക് ചുറ്റിവിരിക്കുന്നു, അതുപോലെ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ നിലത്തിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതൊന്നും അല്ല ഇന്നത്തെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് കാര്യങ്ങൾ സീരിയസ് ആയി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലാതായി പോയിരിക്കുന്നു. ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്ത ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയിരിക്കുന്നു. അത് അവരുടെ തകരാറാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആഭ്യന്തരമായിട്ട് സമ്പൂർണ്ണ ജനാധിപത്യം അംഗീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഏത് കാര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ ഈ പാർട്ടിക്കകത്ത് ആർക്കും അവകാശമുണ്ട്. അതിന് സംഘടനാ വേദികളുണ്ട്. അതില്ലാത്തൊരു പാർട്ടിയായി മാറിയിരിക്കുന്നു കോൺഗ്രസ് എന്നിടത്തോളമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെ സംബന്ധിച്ച് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്ന അഭിപ്രായം. അപ്പോൾ സ്വാഭാവികമായിട്ടും അഭിപ്രായങ്ങൾ പറയേണ്ടി വരിക എന്നുള്ളത് ഒരു നിലപാടല്ലേ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഞാൻ ആലോചിക്കാറില്ല എന്ന് മാത്രമല്ല, എൻ്റെ അഭിപ്രായങ്ങൾക്ക് ജനങ്ങൾ ഒരിക്കലും എതിര് പറഞ്ഞിട്ടില്ല. പക്ഷെ പാർട്ടിക്കകത്ത് അത് എതിരുണ്ടാവുന്നു. എതിരാളികളെ കുറിച്ച് എന്തിനാണ് നല്ല അഭിപ്രായം പറയുന്നത് എന്നാണ് എൻ്റെ പാർട്ടിക്കാർ എന്നോട് ചോദിക്കുന്നത്. അവർ നമ്മുടെ എതിരാളികളാണെങ്കിൽ നല്ല കാര്യം ചെയ്താൽ അതിനെ അഭിനന്ദിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ നിലപാടിന്റെ പ്രശ്നമാണ്. ഒരു പാർട്ടി, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പാർട്ടി സ്വീകരിക്കേണ്ട ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നില്ല. എതിരാളികൾ തന്നെ, പക്ഷേ അവരുടെ ശരിയായി കാണാൻ കോൺഗ്രസിനാവുന്നില്ല. അതുപോലെ തന്നെ അവരുടെ തെറ്റുകളെ വിമർശിക്കുക എന്ന് പറയുന്ന പണി അല്ല അവരെടുക്കുന്നത്. വസ്തുതകളായിട്ട് അംഗീകരിക്കുന്നില്ല. ഇതൊന്നും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കാരണവശാലും സ്വീകരിക്കാനാവുന്ന ഒന്നല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിലെന്താ തെറ്റ്? അത് കോൺഗ്രസ് അല്ലേ തിരുത്തരുത്, തരൂരല്ലോ. പാർട്ടിക്കകത്ത് ജനാധിപത്യം ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കേണ്ടത്. ജനാധിപത്യപരമായിട്ട് അഭിപ്രായം പറയാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കേണ്ടത് കോൺഗ്രസ് ആണ്. അതുപോലെ തന്നെ ശരികളായി കാണാൻ കോൺഗ്രസിനാണ് ആവേണ്ടത്. അപ്പൊ അദ്ദേഹം ഇന്നലെ പറഞ്ഞല്ലോ, വ്യാവസായിക രംഗത്ത് നേരത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തുള്ള, ഉമ്മൻചാണ്ടി കാലത്ത് 28ാം സ്ഥാനത്തുള്ള കേരളം 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? അത് അംഗീകരിക്കണ്ടേ? UDF, കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല.
Okay. വ്യാവസായിക രംഗത്ത് Yes, കേരളം അതിൽ ഒരുപാട് മാത്രം മുന്നോട്ടേക്ക് നിൽക്കുന്നില്ല, വന്നിരിക്കുന്നു. അതിൽ ഇപ്പോൾ മാത്രമല്ല പിന്നെ സ്റ്റാർട്ടപ്പുകളുമായി അല്ല, ഇവിടെ ശശി വളർച്ചയും തരൂരിന്റെ പ്രസ്താവനകൾ അതിൽ മാത്രം നിൽക്കുന്നില്ല എന്നുള്ള കാര്യം CPM-നും അറിയായികയല്ല. ഞാൻ തിരികെ എത്താം ശ്രീ പ്രകാശ്.